ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവൻ ഹോസ്പിറ്റലിൽ വന്ന് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, ചായയോ കോഫിയോ എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ, ഞാൻ ആ റിസപ്ഷൻ്റെ അടുത്തോ കാറിലോ ഉണ്ടായിരിക്കും. ശാലിനി പറയുന്നുണ്ട്, ഇപ്പോൾ കോഫിയും ടീയും ഒന്നും വേണ്ട, ഞാൻ ഇതിനൊക്കെ വേണ്ടി തന്നെ ഇവിടെ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ അങ്ങോട്ട് പോവുകയാണ്. ശാലിനി മനസ്സിൽ പറയാം, വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങേണ്ടതാണ് ഈ ശിവൻ, പാവം ഇവിടെ വന്ന് കൊതുകടിയും കൊണ്ടിരിക്കുക. ശാലിനി മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരാൾ പുറത്തുള്ളത് നല്ലതാണ്, എന്തിനും ഒരു ഉറപ്പിന്. അതെന്തായാലും എനിക്കൊരു ബലവ. ഈ സമയത്ത് ഓട്ടോറിക്ഷ രാജേന്ദ്രൻ ഞാൻ സത്യാമ്മയുടെ വീടിൻ്റെ വാതക്കൽ എത്തിക്കഴിഞ്ഞു. പുറകുവശത്തെ ആ വാതിലൊക്കെ തുറന്ന് രാജേന്ദ്രൻ അകത്ത് വന്ന് നിന്നുകൊണ്ട് ശാന്തയ്ക്ക് ഫോൺ ചെയ്യുക. ശാന്ത ഫോൺ എടുക്കുന്നില്ല. ശാന്തയുടെ കൈ കുഞ്ഞു ഉറങ്ങിയിട്ടുമില്ല. രാജേന്ദ്രൻ പറയും, ഇവള് ചത്ത് കിടക്കുവാന്ന്, ഇവക്കെന്താ ഫോൺ എടുത്താലേ. രാജേന്ദ്രൻ വീണ്ടും ഫോൺ ചെയ്യുമ്പോൾ ശാന്തയെ ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാജേന്ദ്രൻ മങ്കിക്കാപ്പും ഒക്കെ ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറിപ്പോകാനുള്ള പ്ലാനാണ്. പുറംവാതിലൊക്കെ രാജേന്ദ്രൻ തുറന്നെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അകത്ത് കയറാനുള്ള വഴി അന്വേഷിച്ച് അവനിങ്ങനെ ഓടുവാണ്. ഈ സമയത്ത് രാഘവേട്ടൻ പപ്പിമോളും സത്യമോളോട്ട് കിടന്നുറങ്ങുക. രാജേന്ദ്രൻ എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് മുകളത്തെ നിലയുടെ ജനലിങ്ങനെ തുറക്കുവാണ്. തുറന്നു നോക്കുമ്പോൾ ശാന്ത കുഞ്ഞുമായിട്ട് നിൽക്കുക. എടി ഞാനാ, പൊയ്ക്കോ, ആരെങ്കിലും കാണും. ശാന്തയാണ് ഈ കൊച്ചിനെ കട്ടിലിൽ കിടത്തിയിട്ട് രാജേന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട്, എന്താ എടി, നിനക്ക് ഒരു തരി ബോധം പോലും ഇല്ലാതായിപ്പോയല്ലോ, നിന്നെ എത്ര തവണ കൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്, അത് കൊച്ചു കരയും, കരയാതിരിക്കാൻ ഞാൻ നോക്കുക. നിന്റെ കാര്യപുരാണമൊന്നും എനിക്ക് കേൾക്കണ്ട, പോയി കൊച്ചിനെ എടുത്തോണ്ട് പാടി. അയ്യോ, സത്യാമ്മയുടെ റൂമിൽ ലൈറ്റുണ്ട്, സത്യാമ്മ ഉറങ്ങിയിട്ടില്ല, കൊച്ചിനെ എടുക്കുമ്പോൾ കൊച്ച് കരഞ്ഞാൽ സത്യാമ്മ ഉണർന്നു വരും. എടി, കൊച്ചു കരയാതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിൻ്റെ വാ ഞാൻ പൊത്തിപ്പിടിച്ചോളാം. അയ്യോ, അതൊന്നും പറ്റില്ല. ശാന്തേ, എന്നെക്കൊണ്ട് അലമ്പാക്കല്ലേ, ഞാൻ അലമ്പായാൽ വലിയ അലമ്പായി പോവും. എനിക്ക് തോന്നുന്നല്ല ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടും, ഞാൻ വിളിച്ചു കൂവുകയും ചെയ്യും, അപ്പം നീയും പെടും ഞാനും പെടും. എന്താടി ശാന്തേ, ഞാൻ അങ്ങനെ ചെയ്യണോ? അയ്യോ, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, കൊച്ചു കരയും. കൊച്ചു കരഞ്ഞോട്ടടി, നീ എടുത്തോണ്ട് വാ. നിങ്ങളോടല്ലേ പറഞ്ഞേ കൊച്ചിനെ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഞാനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുവേ. അങ്ങനെ രാജേന്ദ്രനെ വഴക്ക് പറഞ്ഞിട്ട് ശാന്ത താണ്ട കട്ടിലിൻ്റെ അടുത്തോട്ട് വരുമ്പം കുഞ്ഞില്ല. അയ്യോ, കുഞ്ഞവിടെ. അയ്യോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ശാന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കൊച്ചിനെ നോക്കുക. രാജേന്ദ്രൻ ചോദിക്കുന്നത്, എന്താ? അയ്യോ, കൊച്ചിനെ കാണാനില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ, കൊച്ചിനെ കാണാനില്ലെന്ന്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയ്യോ, സത്യാമേ സത്യാമേ എന്ന് ശാന്ത വിളിച്ചു കൂവുന്നുണ്ട്. രാജേന്ദ്രൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വന്ന ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ സമയത്ത് പിള്ള ഒരു ഓട്ടോയിൽ കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട് പോവുകയാണ്. ശാന്തയുടെ വിളി കേട്ട് സത്യാമ്മ കണ്ട് അലറിയടിച്ച് ഓടി വരുന്നുണ്ട്. ശാന്ത, എന്താ, എന്തു പറ്റി? അയ്യോ സത്യാമ്മയെ, കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞിനെ കാണാനില്ല? നീ കുഞ്ഞിനെ എവിടെ കിടത്തി? നാണ്ട സത്യാമ്മ, ഈ കട്ടിലല്ല ഞാൻ കുഞ്ഞിനെ കിടത്തിയത്. അപ്പോഴേക്കും പൊന്നി ഓടി വരുന്നു. എന്താ, എന്ത് പറ്റി? കുഞ്ഞിനെ കാണാനില്ല. അയ്യോ, കുഞ്ഞിനെ കാണാനില്ലെന്നോ? അയ്യോ എടി പൊന്നി, നീ അവിടേക്ക് ഒന്ന് നോക്കിക്കേ. ശാന്ത, നീ പെട്ടെന്ന് ശാലിനി ഒന്ന് വിളിച്ചേ. ശാന്തയുടെ കയ്യിൽ സത്യാമ്മ ഫോൺ വാങ്ങിച്ചിട്ട് ശാലിനിയോട് സംസാരിക്കുക. മോളെ ശാലിനി, ഇവിടെ കുഞ്ഞിനെ കാണാനില്ല. എന്താ? പെട്ടെന്ന് ശാലിനി ശാരിയെ നോക്കുന്നുണ്ട്. ശാരി ശാലിനിയെ തന്നെ നോക്കിങ്ങനെ കിടക്കുക. സത്യാമ്മേ, ഫോൺ ശാന്തേച്ചിയോടൊന്ന് കൊടുത്തേ. ഞാൻ കൊടുക്കാം മോളെ. ഹലോ മോളെ, എന്താ ശാന്തേച്ചി പറയുന്നത്? മോളെ, ഞാനിവിടെ കിടത്തിയിട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ശാലിനിക്കൊന്ന് പൊട്ടിത്തെറിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവരെന്താ പറയുന്നത് ഇങ്ങനെ ശാരിക ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട് ശാലിനി. സത്യാമ്മയാകെ വരണ്ട നിൽക്കുക. ഈശ്വര, ശാലിനി വരുമ്പോൾ എന്തു പറയും? ഇങ്ങോട്ട് വന്നേ ശാന്തേ, നമുക്ക് എല്ലായിടത്തും ഒന്ന് ഓടിപ്പോയി നോക്കാം എന്നും പറഞ്ഞ് അവരവിടെല്ലാം നോക്കുവാണ്. എന്താ ശാലിനി, എന്ത് പറ്റി? അത് ശാരിയേച്ചി, അച്ഛന് തീരെ സുഖമില്ലെന്ന്, എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ വീട് വരെ ഒന്ന് പോകണം. അപ്പോഴേ സിസ്റ്റർ വരുന്നുണ്ട് ശാരിയുടെ പ്രഷറിയൊക്കെ. സിസ്റ്ററെ, ചേച്ചി ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഉടനെ വരാം എന്നും പറഞ്ഞ് ശാലിനി അവിടുന്ന് പോവുക. പിള്ള കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിനെ കിട്ടാതെ രാജേന്ദ്രന് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് രാജേന്ദ്രൻ്റെ വരവും നോക്കി കൃഷ്ണൻകുട്ടി നിൽക്കുക. കൊച്ചിനെ ഇപ്പോൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളിക്കാരൻ്റെ നിപ്പ്. രാജേന്ദ്രനെ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. ചേട്ടാ, ഇവൻ എന്താ ഈ ഫോൺ എടുക്കാത്തത്? ഇനി ആരെങ്കിലും അവനെ അവിടെ കണ്ടോ? അവൻ പെട്ട് കാണുമോ? ചേട്ടാ, ഒരു ഓട്ടോ ദോ വരുന്നുണ്ട്, ഇനി ഇതിനകത്തെങ്ങാണോ അവനുണ്ടോ എന്ന് നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ ദാണ്ട് രാജേന്ദ്രൻ വന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു വളിച്ച ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ട് രാജേന്ദ്രൻ വരിക. എടാ കൊച്ചന്തേ, കൊച്ചിനെ കിട്ടിയില്ലേ? സാറേ, ഒരവസരം കൂടി എനിക്ക് തരണം. പറഞ്ഞു തീർന്നില്ല. അപ്പോഴേ ദാണ്ട കുട്ടിക്കൃഷ്ണൻ ഒറ്റടി രാജേന്ദ്രൻ്റെ ചെവിക്കുറ്റിക്ക്. നിന്നെപ്പോലെ ഒരുത്തനെ ഏൽപ്പിച്ചതാടാ എനിക്ക് പറ്റിയ വലിയ അബദ്ധം. അയ്യോ, അങ്ങനല്ല, ഞാൻ കൊച്ചിനെ എടുക്കാൻ അവിടെ ചെന്നതാ. കൊച്ചിനെ എടുക്കാനായിട്ട് വേണ്ട കയ്യെത്തുന്ന ദൂരത്തെത്തിയപ്പോഴേ മിസ്സായിപ്പോയി. ആ ശാന്ത എൻ്റെ ഒപ്പം നിൽക്കാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ആ കൊച്ചിപ്പം നിങ്ങളുടെ കയ്യിലിരുന്നേനെ. ശാന്ത ആരാടാ? നിൻ്റെ ഭാര്യയല്ലേ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നീ തന്നെ തെളിയിക്കുവാണല്ലോടാ. അതൊക്കെ പോട്ടടാ പൊട്ട. നിൻ്റെ മോന്ത അവിടെ എങ്ങാണ്ടോ ഉള്ളവർ കണ്ടോ? അവിടെ CCTV ക്യാമറ വല്ലതും ഉണ്ടോ? അവിടെ എങ്ങാണ്ടോ ഒന്ന് ഇരിപ്പുണ്ട്, പക്ഷെ അതേത് കമ്പനിയുടേതാണെന്ന് അറിയത്തില്ല. എടാ മരമണ്ടം പൊട്ട, CCTV, അതായത് പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ടോന്ന്.
അതൊന്നും അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തിനാ ചോദിക്കുന്നത്? എടാ, നിൻ്റെ പുറകിന് പോലീസ് വല്ലതും വരുമോ എന്നറിയാൻ. ഒരു പോലീസും വരില്ല, പട്ടാളവും വരില്ല. കുഞ്ഞിനെ എടുത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രാജേന്ദ്രനാ. സാർ ഇപ്പം പോയിട്ട് നാളെ വാ. എൻ്റെ കാശ് വാങ്ങി നീ പോക്കറ്റിൽ ഇട്ടിട്ടാണ് എന്നെ ഇങ്ങനെ തേരാ പാരാ നീ നടത്തിക്കുന്നത്. അയ്യോ, അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാനല്ലേ കുഞ്ഞിനെ എടുത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എടുത്ത് തന്നിരിക്കും. എൻ്റെ ഈശ്വര, ആ കൊച്ചവിടെ ഇല്ലെന്നാണല്ലോ ശാന്ത പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചെവിടെ പോയി? സത്യാമ്മയാണെങ്കിൽ ദേഷ്യവും സങ്കടം കൊണ്ട് നിൽക്കുക. ശാന്ത, ഇനിയിപ്പോൾ എന്തു പറയും? നിൻ്റെ ശ്രദ്ധക്കുറവാണെന്നേ ഞാൻ പറയൂ. പൊന്നി ഓടി വന്നിട്ട് പറഞ്ഞു, ഇവിടെ എങ്ങുമില്ല സത്യാമ്മയെ, പഠിപ്പുരയൊക്കെ തുറന്നു കിടക്കുക. ശാലിനിയും ശിവനും അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി, ഞാൻ പുറകുവശത്തൊക്കെ നോക്കാവേ എന്ന് ശിവൻ പറയുന്നുണ്ട്. ശാന്തേ, ശാലിനി വരുന്നുണ്ട്, അവളോട് ഞാനിനി എന്താ പറയുന്നത്? ഈ സമയത്ത് രാഘവേട്ടൻ ഉണർന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അയ്യോ സത്യാമ്മേ, എന്താ ഉണ്ടായത്? മോളെ ശാലിനി ആരോ ഒരാൾ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. ആരാ സത്യാമ്മേ? രാഘവേട്ടൻ്റെ മുഖത്ത് നല്ല കള്ളത്തരം. രാഘവേട്ടനോട് അറിഞ്ഞോട്ടാണല്ലോ പിള്ളയും ചേർന്ന് ചെയ്തിരിക്കുന്നത്. രാഘവേട്ടൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാണ്. ശിവൻ പുറകിലെല്ലാം പോയി നോക്കുന്നുണ്ട്. ശാന്തയാന്നേ വിറച്ചുകൊണ്ട് നിൽക്കുക. അതുപോലെ ഭയത്തോടെ നിൽക്കുവാണ് രാഘവേട്ടന്. പെട്ടെന്ന് ശാലിനി പോലീസ് സ്റ്റേഷനോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ കളക്ടറാണ്, CI റസാക്കിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാർ പുറത്തെവിടെയോ പോയിരിക്കുവാ മേഡം. എന്നാൽ വന്നാൽ ഉടനെ തന്നെ വിളിക്കാൻ പറയാം മേഡം. അല്ല, ശാന്തേച്ചി എവിടെയായിരുന്നു? ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുക. അത് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അത് കേട്ടിട്ട് സത്യം, ഞങ്ങൾ ബഹളം കേട്ട് ഓടി വരുമ്പോൾ നീ അടുക്കള ഭാഗത്ത് നിൽക്കുമായിരുന്നല്ലോ. ഒരു വിറയലോടെ ശാന്ത പറയാം, അത് ഞാൻ ശബ്ദം കേട്ട് പുറത്തോട്ട് നോക്കാൻ പോയതാ. ശിവൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, ആ ഭാഗത്ത് ആരോ വന്നു പോയ ലക്ഷണമുണ്ട്, അതാരായിരിക്കും എന്നറിയില്ലല്ലോ. അപ്പോൾ ശാന്തയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നു. ശാലിനി സംശയത്തോടെ, ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നത്? അയ്യോ, അതെൻ്റെ കെട്ടിയോനാ. കള്ള് തലയ്ക്ക് കയറുമ്പോൾ വെളിവില്ലാതെ വിളിക്കുന്നത് എന്നെ വെറുതെ ശല്യം ചെയ്യാൻ. ശിവൻ പറയാം, പുറകിലത്തെ വാതിൽ തുറന്ന് അവൻ എങ്ങനെ അകത്ത് കയറിയെന്നാണ് നിങ്ങളീ പറയുന്നത്? പൊന്നി പറയാം, ജനൽ തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ജനലിൽ കൂടെ കമ്പോ വല്ലോ ഇട്ട് ലോക്ക് തുറന്നതാണോ ഇനി? അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇതെല്ലാം രാഘവേട്ടൻ നോക്കി കാണുക. ഒരാൾ തുറന്നു കൊടുക്കാതെ പുറത്ത് നിൽക്കുന്ന ആളെങ്ങനെ ഇതിനകത്തോട്ട് കയറുന്നത്? അപ്പോൾ CI റസാക്ക് ശാലിനിയെ വിളിക്കുവാണ്. ആ മേഡം എന്നെ വിളിക്കാൻ പറഞ്ഞിന്. ആ റസാക്കെ, എൻ്റെ ചേച്ചി ശാരികയുടെ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ നോക്കുന്നത്. അല്പം മുമ്പ് ആരോ ഇവിടെ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. ആളിൻ്റെ മുഖം കണ്ടില്ലെന്നും കുട്ടിയെ എടുത്തോണ്ട് ഓടുന്നത് കണ്ടെന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. അത് മേഡം, കുഞ്ഞിൻ്റെ പ്രായം അയ്യോ കൈക്കുഞ്ഞാ, 2 മാസമേ ആയിട്ടുള്ളൂ. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ വന്ന് എടുത്തോണ്ട് പോയത് വല്ലതും ആണോ? അങ്ങനെ ഒരു ചാൻസേ ഇല്ല റസാക്കെ. അവർ മോളെ വേണ്ട എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തവരാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ മേഡം. ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം സെർച്ച് ചെയ്യാം. മേഡം വിഷമിക്കണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് പോയവൻ ഈ സിറ്റി വിട്ട് പോകാതെ ഞങ്ങൾ നോക്കിക്കോളാം മേഡം. ഈ സമയത്ത് ക്രൂര മുഖത്തോടെ ദുഷ്ട ചിന്തയോടെ ആ പിള്ള ഇങ്ങനെ ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക. ശാലിനി എല്ലാവരോടും പറയുവാണ്, മോളെ കൊണ്ടുപോകാൻ ഈ സിറ്റി വിട്ട് പോകാതെ പോലീസുകാർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് രാഘവേട്ടൻ. കൊണ്ടുപോയവൻ ആരായാലും നേരം പുലരുന്നതിന് മുമ്പ് അവനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കും. ഈ സമയത്ത് ഫോൺ ശാന്തയ്ക്ക് വരുന്നുണ്ട്, രാജേന്ദ്രൻ്റെ. ശാലിനി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് ശാന്തയെ നോക്കുന്നുമുണ്ട്. അങ്ങനെ നേരം പുലർന്നു. ശാരികയ്ക്ക് ഓപ്പറേഷൻ്റെ സമയമായി. ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം ശാരികയ്ക്ക് ചുറ്റും നിൽക്കുക. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ശാരിക എല്ലാം ഓക്കെ അല്ലേ? ആ സമയത്ത് തൻ്റെ ശിവനും ശാലിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ സിസ്റ്ററോട് പറയുന്നുണ്ട്, ശാരികയുടെ ബൈസ്റ്റാൻഡറെ വിളിക്ക്. ഇന്നലെ രാത്രി ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ നിന്നത് കളക്ടർ ശാലിനി മാഡമായിരുന്നു. ഇന്നലെ രാത്രി എന്തോ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ് മാഡം വീട് വരെ പോയിരിക്കുക. എന്നോട് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അപ്പം ബൈസ്റ്റാൻഡർ ഒപ്പിടാതെ എങ്ങനെ? ദാണ്ട ഞാൻ വന്നല്ലോ എന്നും പറഞ്ഞ് ശാലിനി വന്നാണ് നിൽക്കുക. സോറി, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ടൊന്ന് മാറേണ്ടി വന്നതാണ്. ശാലിനി അങ്ങനെ സൈനൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശാരിക ചോദിക്കുന്നു, എന്തായി വീട്ടിലെ കാര്യങ്ങൾ? കുഴപ്പമില്ല ശാരിയേച്ചി. ഡോക്ടർ പറയുന്നു, തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നത് വരെ ശാലിനി ഇവിടെ കാണില്ലേ? ഞാനിവിടെ തന്നെ കാണും. ശാലിനി, മോളെ എന്താ കൊണ്ടുവരാഞ്ഞ്? ചേച്ചി, ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഓപ്പറേഷന് മുമ്പ് എനിക്ക് എൻ്റെ മോടെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ചേച്ചി, ഞാൻ കൊണ്ടുവരാം. അല്ലെങ്കിലും എൻ്റെ കാര്യം ഇങ്ങനെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് നടക്കുന്ന വേറൊന്ന്. അതൊരു കാര്യത്തിലെന്നല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കും, അതെൻ്റെ ഉറപ്പാണ്. അങ്ങനെ ശാരികയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോവാം. ശാലിനി ആകെ തകർന്നിരിക്കുക. ശിവൻ ചോദിക്കുക, ഇനി നമ്മൾ എന്തു ചെയ്യും? ചേച്ചി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്ന ആദ്യം ചോദിക്കുന്നത് മോളെയായിരിക്കും. ആ സമയത്തേക്കും ദൈവം നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ട് എത്തിക്കും. ശാലിനി, എങ്ങനെ? കുഞ്ഞ് എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ. കുഞ്ഞെവിടെയാണെന്നോ ആരാ കൊണ്ടുപോയെന്നോ ഒന്നും അറിയില്ലല്ലോ. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, പോലീസുകാർ വരും, അവരന്വേഷിക്കട്ടെ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാലും കുഞ്ഞിനെ കാണാത്ത സങ്കടത്തിലായിരിക്കും ശാരിയേച്ചി. മനസ്സ് തളർന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ശാലിനി. മോളെ കണ്ടുപിടിക്കണം, അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ലെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നമ്മൾ മോളെ കണ്ടുപിടിക്കും.
എനിക്ക് വിശ്വാസമുണ്ട് ശാലിനി, മോൾ എവിടെയാണേലും കണ്ടെത്താൻ പറ്റും. അങ്ങനെ രാവിലെ CA റസാക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. രാഘവേട്ടനും പിള്ളയും ശാന്തയും മറ്റെല്ലാവരും ഉണ്ട്. കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ വീട്ടിലുള്ളവരറിയാതെ കുട്ടിയെ പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അറിയാവുന്നവർ അറിയാവുന്ന പോലെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു. ഈ വീട്ടിലല്ലാത്തവരൊക്കെ, അതായത് ഈ വീടുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ഇങ്ങോട്ടൊന്ന് മാറി നിന്ന്, പിള്ളയും ശാന്തയും പൊന്നിയും അങ്ങനെ മാറി നിന്ന്. റസാക്ക് ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പണി? പിള്ളയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും രാഘവേട്ടൻ കയറി പറയാം, സാറേ ഈ പിള്ള ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു. ഉടനെ റസാക്ക് പിള്ളയോട് ചോദിക്കുക, താൻ ഇന്നലെ രാത്രി എവിടെ പോയി? പിള്ളയപ്പം മനസ്സിലോർക്കുക, ഓട്ടോറിക്ഷയിൽ കുഞ്ഞുമായിട്ട് പോയിരിക്കുന്നത്. ഈ പരമദുഷ്ടൻ ആ കുഞ്ഞിനെ എവിടെ കൊണ്ട് കളഞ്ഞ്, ആർക്കെങ്കിലും കൊടുത്തോ അതോ വിറ്റോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും രാഘവേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും. അത് CI റസാക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ പിള്ളയെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിള്ളയെ കൊണ്ട് ഇനി ഇതൊക്കെ ആരാണ് ചെയ്യിപ്പിച്ചത്? ഇനി പിള്ളയുടെ സ്വയം ബുദ്ധിയിൽ തോന്നിയതാണോ ഈ വക്രബുദ്ധി എന്നൊക്കെയുള്ളത് അറിയാനായിട്ട് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.